അജു അലക്സ്. ഈ പേര് കേട്ടാൽ ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. എന്നാൽ യൂട്യൂബർ ചെകുത്താൻ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്യുന്ന രീതിയല്ലേ. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിത്തെറിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ശാന്തമായിട്ടായിരിക്കും, മറ്റു ചിലപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ നോർമലായിട്ട് നിന്നിട്ടായിരിക്കും പറയുന്നത്, ചിലപ്പോൾ പരിഹസിച്ചിട്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുണ്ടല്ലേ റിയാക്ഷൻ വീഡിയോസ്. ഇദ്ദേഹത്തിന്റെ റിയാക്ഷൻ വീഡിയോസിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈ ലെവലിൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിച്ച രീതിക്ക് എന്താണോ പറയുന്നത് അത് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഒരു വയലന്റ് ആയിട്ടുള്ള ആ ഒരു രീതിക്കുള്ള സംസാരം കൂടുതലും വീഡിയോസിൽ അങ്ങനെ പ്രകടമാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ് പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അദ്ദേഹം പോയതിനെ തുടർന്ന് അവിടെ യൂണിഫോം ഒക്കെ ഇട്ട് പോയിട്ട് ബാക്കിയുള്ളവരൊക്കെ സെൽഫിയൊക്കെ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതിനെ തുടർന്നിട്ട് സഹപ്രവർത്തകനായിട്ടുള്ള സിദ്ദിഖാണ് ഈ ചെകുത്താനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു പരാമർശം എങ്ങനെയാ വന്നതെന്നും ഈ പരാമർശം വരാൻ ഇടയാക്കിയ ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്, അതൊന്ന് കാണാം. വിവിധ മേഖലയിൽ സൈനിക വേഷത്തിലെത്തിയാണ് ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കിയത്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സൈനികർ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ അഭിനന്ദനം അറിയിച്ചു. ഈ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത്, എന്ന് വെച്ചാൽ ചെകുത്താനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ചെകുത്താൻ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾക്കാം. ഇതിനെ സംബന്ധിച്ച് ചെകുത്താൻ പറഞ്ഞ ആ ഒരു പരാമർശം അതൊന്ന് കേൾക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചാൽ ഈ മോഹൻലാൽ എന്തിനാണ് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് പോയതെന്ന്, മിലിറ്ററി വേഷം ഇട്ട് പോയത് എന്തിനാ എന്നൊക്കെ ചോദിക്കാൻ പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും. മിലിറ്ററി അപമാനിച്ചെന്ന് പറയും. ഞാനല്ല മിലിറ്ററി അപമാനിച്ചത്, മോഹൻലാലും മേജർ രവിയും തന്നെയാണ് അപമാനിച്ചത്. പിന്നെ പോരാതെ മിലിറ്ററിക്കാരെ തന്നെ അപമാനിച്ചിട്ടുണ്ട്. അവർ ആ സമയത്ത് സെൽഫി എടുക്കാനും ഇയാളെ കണ്ടപ്പോൾ ഓടിക്കൂടുകയും ചാടുകയും ജയ് ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ച് മോഹൻലാലിന്റെ മുന്നിൽ നിന്ന് മോഹൻലാൽ ആരുടെ അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങനെ ഇതെങ്ങനെ എന്തിനാ പോയെന്ന് വെച്ചപ്പോഴേ പിന്നെയാ മനസ്സിലാകുന്നത്. ഇത് ഒരാളെന്നെ വിളിച്ചിട്ട് പറയുക, അയാൾ പോയത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ, എന്തോ ആ പേരെന്ന് അറിയത്തില്ല, അതിന്റെ മാർക്കറ്റിങ്ങിന് പോയതാ. പുള്ളി മിലിറ്ററി വേഷം കെട്ടി മിലിറ്ററിക്കാരോടെല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ട് വന്ന് നിന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചോ, 3 കോടി രൂപയോ എന്തോ എന്റെ ഫൗണ്ടേഷൻ വഴി ഞാൻ കൊടുക്കാമെന്ന്. ഇത് പറയാനാണ് ഇയാളെ ഫൗണ്ടേഷന്റെ മുന്നിൽ നിന്ന് വേണ്ട പറയാൻ. അല്ലാതെ മിലിറ്ററി വേഷം കെട്ടിക്കൊണ്ട് വന്ന ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അത്രയും പേരെ മെനക്കെടുത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. മാസാണ് കേട്ടോ, മാസ്. ഇത് ചെറിയ മാസല്ല, ഒരുമാതിരി ഊളമാസിന്റെ രാജാവാണ് മോഹൻലാൽ. എന്താണേലും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ കേണൽ പദവിയൊക്കെ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. നാണം ഉളുപ്പില്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണം ഉണ്ടോ ഇയാൾക്ക്? അവർക്ക് ഇയാളോട് എന്താ പറഞ്ഞത്? കുറെ പട്ടണക്കാരെ നീ ഇയാളോട് സംസാരിക്കുന്നു. ഇത് കേട്ട ഒരു കേണലാണ് ശരിയാ വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇമാതിരി വേഷം കിട്ടി നടക്കുന്ന ഏതോ പട്ടാള സിനിമയിൽ അഭിനയിച്ചവനെ പിടിച്ച് ഈ നാട് നശിച്ച നാടായതുകൊണ്ട് ഇപ്പൊ പട്ടാളക്കാരുടെ ഗതികേട് എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥ ഇപ്പൊ കണ്ടേക്കുന്നത്. ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു മനുഷ്യൻ പോകത്തില്ല അങ്ങോട്ട്. ഇങ്ങനത്തെ നാളുകളെ അങ്ങോട്ട് വരുത്തുന്ന ഓർഡർ ഉണ്ടാവും. അവിടെ വേറെ പലരും റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെ കട തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് രാവിലെ ഏതോ ഒരു കളക്ടറോടോ IS ഓഫീസറോടോ നിന്ന് തർക്കിക്കുന്നുണ്ട്. ആരും അങ്ങോട്ട് കടത്തില്ല ഇങ്ങോട്ട് കടത്തില്ല. സാധാരണക്കാരൻ അവിടെ ഒരു കടയുള്ളവരെ തുറക്കാൻ പറ്റത്തില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ആരാധിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലുള്ളവരൊക്കെ ചെല്ലുക, വലിഞ്ഞു കയറി ചെല്ലുക ഇടയിലോട്ട്. ഒരു നാണമുള്ളവൻ ചെയ്യത്തില്ലത്. മോഹൻലാൽ നാണവും മാനവും ഉറപ്പില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യം അപ്പൊ ഇതൊക്കെയാണ് പരാമർശം നടത്തിയിട്ടുള്ളത്. ഇതുപോലുള്ള രീതിയിൽ കടിച്ചു കീറുന്ന പോലുള്ള പരാമർശങ്ങൾ, ഒരാളെ പ്രത്യേകിച്ച് ഒരു ഹരാസ് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഇതിനെതിരെ എന്തായാലും മോഹൻലാൽ രംഗത്ത് വന്നിട്ടൊന്നും ഇല്ല. സുഹൃത്തായിട്ടുള്ള സിദ്ദിഖാണ് വന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത് കേട്ട് നിൽക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം കംപ്ലീറ്റ് അങ്ങ് തേജോവധം ചെയ്യുന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, അതിനൊരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതാരാന്ന് പിന്നെ ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ചോദിക്കാനും ഉണ്ടെങ്കിൽ അതിന്റെ സമയം വേറെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ദുരന്ത ഭൂമിയിൽ എന്തിനാണ് അദ്ദേഹം പോയതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം പരാമർശിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കേസ് ഫയൽ ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് തുടർന്ന് പിന്നീട് ഇപ്പൊ ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചെകുത്താൻ പുറത്തിറങ്ങിയതിനു ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇല്ലാതാക്കിയത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഭരണം ഉറപ്പ് നൽകിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ടൊരു മൗലിക അവകാശം തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നമുക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വിപത്തായിട്ട് വന്നു കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പറയാം. അത് ഇന്നതാണ്, അത് തെറ്റാണ്, അല്ലെങ്കിൽ ഇത് ശരിയാണെന്നുള്ളത്. നമ്മളൊരു കാര്യം അറിയാതെ ഒരാളെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കാൻ വേണ്ടി പാടില്ല.
പറയുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളത് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഒരാളെയും കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ച് പബ്ലിക്കായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും കുറച്ച് രൂക്ഷമാകുന്നത് കൊണ്ട് തന്നെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ വന്നേക്കുന്നത് കണ്ണൂർ ടെറിട്ടറി ആർമിയാണ്. അപ്പോൾ ആ ഒരു ടെറിട്ടറി ആർമിയുടെ ലഫ്റ്റനന്റ് കേണലാണ് മോഹൻലാല്. അപ്പോൾ അദ്ദേഹം അവിടെ വരുമ്പോൾ ഒരു സാധാ വേഷത്തിലാണോ വരേണ്ടത്? അവർക്ക് അവരുടേതായിട്ടുള്ള യൂണിഫോം ഉണ്ട്. ആ ഒരു യൂണിഫോമിൽ അദ്ദേഹം വന്നു, അതിലൊരു തെറ്റുമില്ല. അങ്ങനെ വന്നിട്ട് ഇപ്പം ഇതിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പ്രൊമോഷനോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, അത് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നിട്ട് ഈ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഈ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. 3 കോടി രൂപയാണ് അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പേഴ്സണലായിട്ട് അദ്ദേഹം 25 ലക്ഷം രൂപ അങ്ങനെയും കൊടുത്തു. അപ്പം 3.25 കോടിയോളം മോഹൻലാല് ഈ ഒരു ദുരന്ത ഭൂമിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. അത് പേഴ്സണൽ ആയാലും അല്ലാതെയും. അവിടെ വന്നിട്ട് അവിടെ എന്താണോ ദുരന്തമുഖം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ഇതുപോലെ തേജോവധം ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നെ നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നമ്മൾ 2 വട്ടം ഒന്ന് ചിന്തിക്കണം. മറ്റുള്ളവരെ കുറിച്ച് എന്തും പറയാനുള്ള ലൈസൻസ് അല്ല നമുക്ക് ഈ മൗലിക അവകാശങ്ങളിൽ പറയുന്നത്. നമ്മളെ നേർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിചൂഷണമായി അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് ബാക്കിയുള്ളവരുടെ നേർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം ഉപയോഗിക്കാം. അല്ലാതെ എല്ലായിടത്തും തോന്നിയ പോലെ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരാളെ തേജോവധം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പേഴ്സണൽ ഗ്രഡ്ജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തീർക്കുക. ഇതിന് മുന്നേ തന്നെ മോഹൻലാലിനെ കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ക്രൂരമായിട്ട് പറയാ, വിമർശിച്ചുകൊണ്ട് പറയാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ മോഹൻലാൽ ഫാൻസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അപ്പം അങ്ങനെയൊക്കെ പേഴ്സണൽ ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ അങ്ങ് തീർക്കണം. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ ആരും കണ്ടു നിൽക്കില്ല. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്തമുഖത്തേക്ക് അദ്ദേഹം എന്തിനാണ് വന്നതെന്ന് പോലും നോക്കാതെ തേജോവധം ചെയ്യുന്ന രീതിക്ക് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെ തുടർന്നിട്ട് എൻ്റെ മൗലികാവകാശം നിഷേധിച്ചെന്ന് പറഞ്ഞിട്ട് വാവിട്ട് കറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിനോട് ആരും യോജിക്കുകയും ചെയ്യില്ല. മറ്റുള്ളവരുടെ മേൽ കടന്നു കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പലരും പലരെക്കുറിച്ചും ഇതുപോലുള്ള കാര്യങ്ങൾ അസഭ്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേട്ടും കണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ജെന്യൂരിറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ള ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവാം. തന്റെ ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക. കാരണം നല്ല കാര്യങ്ങൾ പറയുക, നമുക്ക് പ്രതിഷേധിക്കേണ്ട സമയത്ത് പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് പ്രതിഷേധിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രതിഷേധിക്കേണ്ടതൊന്നുമല്ല. ഇന്ന് ഈ ഒരു യൂണിഫോം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പദവി കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പദവിയിൽ മുന്നോട്ട് പദവി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയില്ല അദ്ദേഹത്തിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു പദവി കൊടുത്തു, ആ ഒരു പദവി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ നിന്നുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കില്ല ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടാവാന്. അല്ലാതെ കൊണ്ടുപോവില്ലല്ലോ, ഡിസ്മിസ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം കളി തമാശ ഒന്നല്ലല്ലോ ലഫ്റ്റനന്റ് കേണൽ പദവി എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ചെയ്യുന്നത് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ ക്രെഡിബിലിറ്റിയെ തന്നെ ഇത് ബാധിക്കുക.